ശമ്പളം മുടങ്ങിയതിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിൽ NGO സംഘത്തിന്റെ പ്രതിഷേധം. കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം. ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ ഉദ്യോഗസ്ഥരാണ് 4 മാസമായി ശമ്പളം ലഭിക്കാത്തത്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് ആരോപണം? മാധു, കഴിഞ്ഞ 4 മാസമായി ഈ ഡിജിറ്റൽ സർവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ NGO സംഘിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, LDFന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഈ ഡിജിറ്റൽ സർവേ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 3200ഓളം ഉദ്യോഗസ്ഥരാണ് തൊഴിലെടുക്കുന്നത്. പക്ഷേ ഡിസംബർ മാസത്തിനു ശേഷം ഇവർക്ക് ഇതുവരെയും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ജൂൺ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടപ്പോൾ NGO സംഘ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ ശമ്പളം മുടങ്ങി നിൽക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ജനുവരി മാസം മുതൽ ഓഫീസിന്റെ തുടർച്ചാനുമതി അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ തീർന്ന ഓഫീസിന്റെ തുടർച്ചാനുമതി ജനുവരിയിൽ പുതുക്കി നൽകേണ്ടത് ഈ ജൂലൈ മാസം അവസാന ഘട്ടത്തിൽ പോലും പുതുക്കി നൽകിയിട്ടില്ല. ഇക്കാരണത്താൽ ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം മുടങ്ങിക്കഴിഞ്ഞു. ഇത് 4-ാം മാസം മുടങ്ങാൻ പോവാണ്. ഈ ജൂലൈയിലെ ഇപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ശമ്പളം മുടങ്ങുന്ന സാഹചര്യത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ 17 LA യൂണിറ്റുകൾ, ലാൻഡ് അക്വിസിഷന്റെ വിവിധ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന 17 LA യൂണിറ്റുകളിലെ ജീവനക്കാരുടെ ശമ്പളമാണ് ഈ 3 മാസമായി മുടങ്ങിയിരിക്കുന്നത്. 4-ാം മാസം മുടങ്ങുന്നു. ഇപ്പോൾ സ്കൂളിന്റെ ആ ഒരു അധ്യയന വർഷ ആരംഭത്തിൽ പോലും അവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ജീവനക്കാർക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ചെലവിന്റെ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ വളരെ പ്രയാസകരമായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഓണക്കാലം കൂടി എത്തിയിരിക്കുന്നത്. ഈ ഓണക്കാലത്തും അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ഓണമാണ്. ഈ ഓണത്തിന് ഈ ശമ്പളം മുടങ്ങും എന്നുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിനൊരു മാറ്റം വരണം. അടിയന്തരമായി അവർക്ക് ശമ്പളം കൊടുക്കുന്നുള്ള നടപടി ഉണ്ടാകണം. ഇതിപ്പോൾ ലാൻഡ് അക്വിസിഷൻ യൂണിറ്റുകളുടെ വിഷയം മാത്രമല്ല. ഈ ജൂലൈ മാസം മുതൽ മാർച്ച് മാസത്തിൽ തുടർച്ചാനുമതി അവസാനിച്ച ചില റവന്യൂ റിക്കവറി ഓഫീസുകളുണ്ട്. അവരുടെ കണ്ടിന്യൂസ് ആക്ഷൻ കിട്ടാത്തത് കൊണ്ട് അവർക്കും ഈ ജൂലൈ മാസത്തെ ശമ്പളം മുടങ്ങുവാണ്. അതാണ് കഴിഞ്ഞ ഈ 3 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ തുടർച്ചയായി 4-ാമത്തെ മാസത്തിലും ശമ്പളം മുടങ്ങുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് NGO സംഘ്. നമുക്കറിയാം, ഈ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് തന്നെ പല അനധികൃത കുടിയേറ്റങ്ങളുണ്ട്. ഇങ്ങനെ ഇവർക്ക് ലാഭകരമായി മാറുന്ന രീതിയിലേക്ക് പുതിയ സർക്കാർ വന്നപ്പോൾ ഈ പദ്ധതിയെ പൂർണ്ണമായിട്ടും അവതാളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കാണ് UDF സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക്. കാരണം ഈ ഡിജിറ്റൽ സർവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ സംസ്ഥാനത്ത് ഇതിനോടകം 242 വില്ലേജുകളിൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഏകദേശം 1666 വില്ലേജുകളുണ്ട്. അതിൽ 242 മാത്രം പൂർത്തിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് UDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. പക്ഷേ പദ്ധതിയുടെ തുടർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഡിജിറ്റൽ സർവേ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് 4 മാസമായി ശമ്പളമില്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നത്. വലിയ അഭിമാന പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് നടപ്പിലാക്കിയ ഒന്നാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പരിഹരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അടക്കം വ്യക്തമാക്കിയത്.